കോഴിക്കോട് ദീപകിന്റെ ആത്മഹത്യയിൽ കസ്റ്റഡിയിലായ ഷിംജിതയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. ഇന്ന് വളരെ നാടകീയമായി അതീവ രഹസ്യമായി തന്നെ പോലീസ് ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു എന്നുള്ളത് കൂടെയാണ്. പോകാം. വണ്ടി എവിടെ കിടക്കുന്നത്? കാര്യം വടകരയിലെ ബന്ധുവീട്ടിലായിരുന്നു ഷിംജിത മുസ്തഫ ഉണ്ടായിരുന്നത്. മഫ്തിയിൽ പോലീസ് അവിടെ എത്തുന്നു, അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കോഴിക്കോട് കുന്നമംഗലത്തെ 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് കാര്യം. പോലീസുകാർ ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, കുറേശ്ശെ ബുദ്ധി വന്നു തുടങ്ങി. ഇടിച്ചകത്താക്കണോ ഇവനെ? അല്പസമയത്തിനകം 1 മണിക്കൂറിനകം തന്നെ മലപ്പുറം മഞ്ചേരിയിലെ കോടതിയിൽ മഞ്ചേരിയിലെ ജയിലിലേക്ക് ഷിംജിത മുസ്തഫയെ എത്തിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകൻ പറയുന്നത് ഇനി ജാമ്യം ലഭിക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ്. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇതിലിനി പോലീസ് ഷിംജിതയെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ തെളിവെടുപ്പടക്കം നടത്തേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി അടുത്ത ദിവസം തന്നെ ഒരു പക്ഷേ കസ്റ്റഡി അപേക്ഷ ഷിംജിത മുസ്തഫയ്ക്ക് വേണ്ടി നൽകുകയും ചെയ്യും. പിന്നീട് കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലും ബാക്കി നടപടികളൊക്കെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി ഇവനെ വിശദമായി ചോദ്യം ചെയ്താൽ പറയുന്ന പോലെ ഇവനെല്ലാം പറയും. ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായി രേഖപ്പെടുത്തിയ മൊഴികൾ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഈ ദീപകിന്റെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തി, മറ്റു ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി, ദീപകിന്റെ അടുത്ത സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. അവരെല്ലാം പറഞ്ഞത് ഈ വീഡിയോ ബസ്സിൽ നിന്നുള്ള ഈ വീഡിയോ പുറത്തു വന്നതിന് ശേഷം ദീപക് വലിയ മനോവിഷമത്തിലായിരുന്നു, സങ്കടത്തിലായിരുന്നു. അങ്ങനെ ആത്മഹത്യയിലേക്ക് പോകുമെന്നൊരിക്കലും കരുതിയിരുന്നില്ല. ഈ യുവതിയാണ്, ഷിംജിത മുസ്തഫയാണ് ദീപകിന്റെ മരണത്തിന് കാരണമെന്ന് ഈ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടനായരെ, ഞാനിപ്പോ വീഴും. ശേഷം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതിനു ശേഷം ഷിംജിത മുസ്തഫയുടെ മൊഴിയും രേഖപ്പെടുത്തി. പിന്നീട് പയ്യന്നൂരിൽ ഈ ബസ്സിലുള്ള ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഷിംജിത മുസ്തഫയെ അറസ്റ്റ് ചെയ്ത് ഒടുവിൽ ഇപ്പോൾ റിമാൻഡിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്നുള്ളത് കൂടെയാണ് കാര്യം. ഇതിൽ ഷിംജിത മുസ്തഫ പ്രധാനമായിട്ടും 2 വീഡിയോ പങ്കുവച്ചിരുന്നു. ആദ്യം ഈ ബസ്സിൽ നിന്ന് നമ്മളെല്ലാം സോഷ്യൽ മീഡിയ ജനങ്ങൾ ഒന്നാകെ കണ്ട ആ വീഡിയോ ആണ്. ആ വീഡിയോ പങ്കുവച്ചതിന് ശേഷം ഈ വീഡിയോ കുറിച്ച് വിശദീകരിക്കുന്ന അതിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു വീഡിയോയും പങ്കുവച്ചിരുന്നു. പിന്നെ അത് കിട്ടണം. എന്നാൽ ദീപക് ആത്മഹത്യ ചെയ്തതോടുകൂടി വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ വന്നതിന് ശേഷം വീഡിയോയെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഈ പങ്കുവെച്ചു എന്ന് പറയപ്പെടുന്ന ബസ്സിൽ നിന്നുള്ള ആ വീഡിയോ എഡിറ്റഡ് വീഡിയോയാണ്. 2 വീഡിയോ ആക്കി എടുത്തതിന് ശേഷം അത് കട്ട് ചെയ്ത് അത് വീണ്ടും കൂട്ടിച്ചേർത്ത് അങ്ങനെയാണ് ആ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോയുടെ ഒരു ശാസ്ത്രീയമായ പരിശോധന ആവശ്യമാണ്. അതടക്കം പോലീസ് ഇതിന്റെ വീഡിയോയുടെ ശാസ്ത്രീയമായ പരിശോധന അടക്കം നടത്തും എന്നുള്ളത് കൂടിയാണ് കാര്യം. കൂടുതൽ ചോദ്യം ചെയ്യൽ ഷിംജിതയ്ക്ക് വേണ്ടതുണ്ട്.